നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വൻതോതിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ വിഷയത്തിൽ ഭരണകൂടം സ്വീകരിക്കുന്ന നടപടികളിലെ വിവേചനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ രംഗത്തെത്തുന്നത് ശ്രദ്ധേയമാണ്. ഇതിലേറെ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു വീട്ടമ്മയുടെ വാക്കുകളാണ്. നിയമ സംവിധാനങ്ങളൊക്കെ നിഷ്പക്ഷമായിരിക്കണം എന്ന പ്രാഥമിക തത്വം ഇവിടെ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന ഗൗരവകരമായിട്ടുള്ള സംശയമാണ് അവരുടെ വാക്കുകളിൽ നിഴലിക്കുന്നത്. ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ അന്വേഷണം സ്വാഭാവികമാണെങ്കിലും ആ അന്വേഷണത്തിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെയും ഭരണകൂടത്തിൻ്റെ അമിതാവേശത്തെയും ഇവിടെ പൊതുസമൂഹം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്നതിൻ്റെ സത്യമാണ് ഈ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. പോലീസിൻ്റെയും ആഭ്യന്തര വകുപ്പിൻ്റെയും ഇരട്ടത്താപ്പിനെ കൃത്യമായ ഉദാഹരണങ്ങളിലൂടെയാണ് ഈ വീട്ടമ്മ തുറന്നു കാണിക്കുന്നത്. പതിറ്റാണ്ടുകളായിട്ട് നിയമത്തിന് പിടികൊടുക്കാതെ ഒളിവിൽ കഴിയുന്ന കുപ്രസിദ്ധ കുറ്റവാളി സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താൻ കാണിക്കാത്ത എന്ത് ജാഗ്രതയാണ് ഒരു യുവ നേതാവിനെതിരെ ഈ കേസിൽ കാണിക്കുന്നതെന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടെ തെളിവുകൾ ഉണ്ടായിട്ടും പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിൽ പരാജയപ്പെടുന്ന സർക്കാർ സംവിധാനങ്ങൾ, പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടാൻ കാണിക്കുന്ന ഈ ഉത്സാഹം ജനാധിപത്യപരമായിട്ടുള്ള വിവേചനമാണ്. നീതി നിർവഹണം എന്നത് ചില വ്യക്തികൾക്കും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രമുള്ളതാകരുത് എന്ന വലിയ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഈ ചോദ്യങ്ങൾ ഇവിടെ മാറുകയാണ്. സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള സർക്കാരിൻ്റെ പൊള്ളയായ അവകാശവാദങ്ങളെയും ഈ വീട്ടമ്മ ഇവിടെ അതിശക്തമായി വിമർശിക്കുന്നുണ്ട്. കേരളത്തിൽ ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ത്രീധന പീഡനങ്ങളിലും ശാരീരിക ആക്രമണങ്ങളിലുമൊക്കെ തന്നെ ഇരകൾക്ക് നീതി ലഭിക്കാനായിട്ട് മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ഈ വിവാദത്തിൽ മിന്നൽ വേഗത്തിൽ നടപടികൾ ഉണ്ടാകുന്നത് സംശയാസ്പദമാണ്. ശാരീരികവും മാനസികവുമായ പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികളുടെ കാര്യത്തിലില്ലാത്ത എന്ത് ശുഷ്കാന്തിയാണ് ഈ രാഷ്ട്രീയ നാടകത്തിൽ അധികാരികൾ പ്രകടിപ്പിക്കുന്നത്. നീതിയുടെ ഇത്തരം വിഭജനം സ്ത്രീ സുരക്ഷയേക്കാൾ രാഷ്ട്രീയ വിജയമാണ് ലക്ഷ്യമിടുന്നതെന്ന് അവർ അക്കമിട്ട് ഇവിടെ നിരത്തുകയാണ്. ഈ കേസിൻ്റെ പിന്നാമ്പുറങ്ങളിൽ രാഷ്ട്രീയ എതിരാളികളുടെ വ്യക്തമായ ആസൂത്രണം ഉണ്ടെന്ന നിഗമനത്തിലേക്കാണ് ഈ പ്രതികരണം വിരൽ ചൂണ്ടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ വളർച്ചയെ ഭയപ്പെടുന്നവർ അദ്ദേഹത്തെ വ്യക്തിഗത ചെയ്യാനും ഭാവി തകർക്കാനുമായി കെട്ടിച്ചമച്ച ഒന്നാണ് ഇതെന്ന ജനകീയ ബോധ്യം അത് ഇന്ന് ശക്തമാണ്. ഒരു യുവ നേതാവിനെതിരെ ഇത്തരം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ അത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാകണം. എന്നാൽ നിലവിലെ സംഭവ വികാസങ്ങൾ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ള ഒരു വഴി മാത്രമായി നിയമത്തെ ഉപയോഗിക്കുന്നുവെന്ന തോന്നിപ്പാണ് സാധാരണക്കാരിൽ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇത് ജനാധിപത്യ വിശ്വാസികൾക്ക് നൽകുന്ന സന്ദേശം ഒട്ടും ശുഭകരമല്ല. തൻ്റെ പേരും വ്യക്തിത്വവും വെളിപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ അധികാര വ്യവസ്ഥയെ ചോദ്യം ചെയ്യാൻ കൊല്ലം സ്വദേശിനിയായ ഒരു വീട്ടമ്മ അവർ കാണിച്ച ധൈര്യം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യേണ്ട ഒന്നു തന്നെയാണ്. ഒരു മാധ്യമ ചർച്ചയ്ക്കിടയിൽ അപ്രതീക്ഷിതമായി കടന്നു വന്ന ഈ സ്ത്രീ ശബ്ദം അത് സത്യത്തിൽ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളെയും സർക്കാരിനെയും അക്ഷരാർത്ഥത്തിൽ നിശബ്ദരാക്കിയിരിക്കുകയാണ്. ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് പോലും ബോധ്യപ്പെടുന്ന ഈ രാഷ്ട്രീയ ഗൂഢാലോചന എന്തുകൊണ്ടാണ് ഭരണകൂടത്തിന് കാണാൻ കഴിയാത്തത് എന്ന പരിഹാസം ആ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നു. യാതൊരു ഭയവുമില്ലാതെ സത്യം വിളിച്ചു പറയുന്ന ഇത്തരം സാധാരണക്കാരാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ കാവലാളുകൾ. ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഉയർന്നു വന്ന ഈ പ്രതികരണം ഭരണകൂടത്തോടുള്ള ഒരു ശക്തമായ താക്കീത് തന്നെയാണ്. കാരണം നീതി എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാകണമെന്നും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പോലീസിനെയും നിയമത്തെയും ദുരുപയോഗം ചെയ്യരുതെന്നും കേരളത്തിലെ സാധാരണക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. സത്യവും മിഥ്യയും വേർതിരിച്ചറിയാനുള്ള വിവേകം ജനങ്ങൾക്കുണ്ടെന്നും കേവലം ആരോപണങ്ങൾ കൊണ്ട് മാത്രം ഒരു നേതാവിനെ തളർത്താനാവില്ലെന്നും ഈ സംഭവങ്ങൾ തെളിയിക്കുകയാണ്. അധികാരത്തിൻ്റെ ഹുങ്കിൽ ജനാധിപത്യത്തിൻ്റെ ശബ്ദം അടിച്ചമർത്താൻ നോക്കുന്നവർക്ക് മുന്നിൽ കൊല്ലത്തു നിന്നുള്ള ഈ വീട്ടമ്മയുടെ വാക്കുകൾ ഒരു വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നതാണ്. അവരുടെ ആ വാക്കുകൾ ആദ്യം ഒന്ന് കേൾക്കാം. അനീഷ ശ്രീമതി അനീഷ, ഞാൻ സ്ത്രീകളുടെ പ്രതികരണം കേൾക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. കാരണം നമ്മുടെ പൊതുവേദിയിലെ സ്ത്രീകൾക്ക് എന്താ പറയണ്ടേന്നൊന്ന് കേൾക്കാൻ. പിന്നെ ഇത് 10 ദിവസത്തിന് മുമ്പങ്ങാണ്ട കേസായെന്നല്ലേ പറഞ്ഞു? ഇത് നേരത്തെ കുറച്ച് മുമ്പ് പരാതി കൊടുത്തു, ഇമെയിലായിട്ടാണ് പരാതി കൊടുത്തത്. അത് മനസ്സിലായി. 10 ദിവസത്തിന് മുമ്പ് കേസ് ഇതേപോലെ വന്നു എന്ന് പറഞ്ഞു. ഈ ഞായറാഴ്ച വരെ കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഈ രാഹുൽ മാങ്കൂട്ട ഇവരുടെ കണ്ണുമുന്നിൽ തന്നെ നടപ്പുണ്ടായിരുന്നല്ലോ പാലക്കാടായിട്ട്. അപ്പോഴൊന്നും പിടിക്കാൻ ഫുൾ തെളിവോ? ഇപ്പം ഞാനിപ്പോ ഒരു കേസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് കൊടുത്താലും നിമിഷ നേരം കൊണ്ട് ഇപ്പം അടച്ചിരിക്കുന്ന ജയിലിൽ നിന്ന് തീഹാറിലോട്ട് കിട്ടുമോ? ആ ഒരവസ്ഥ ഇപ്പൊ രാഹുലിന് വന്നിരിക്കുന്നത്. എനിക്കിപ്പോ രാഹുലിനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് പേഴ്സണലായിട്ട് നമുക്ക് ഒരു MLA എന്ന രീതിയിലേ അറിയൂ. പക്ഷെ ഒരാളെ തകർക്കുന്നതിന് ഒരു പരിധിയുണ്ട്. 35 വയസ്സുള്ള ഒരു മനുഷ്യൻ, അതിലും പ്രായം ചെന്ന് 80-90 വയസ്സുള്ളവന്മാർ അപ്പുറത്ത് പെണ്ണുപിടിയുമായിട്ട് ഇരിപ്പുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നമാ. അതുപോലെ തന്നെ ഒരാഴ്ചക്ക് മുമ്പല്ല, ഒരു 2-3 ദിവസത്തിന് മുമ്പ് ഇവിടെ
സ്കൂൾ പിള്ളേരുടെ ഒരു വിഷയം വന്ന ഒരു പീഡനം അതെന്തായി? ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴത്തെ സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സുരക്ഷകളും കാര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. എന്തേ ആ കുട്ടിയുടെ കാര്യമാകാത്ത, വാളയാറിന്റെ കാര്യമാകാത്തതിന് എന്തോരം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഇപ്പം നടക്കുന്നു. അതിനൊന്നുമില്ലാത്ത ഇമ്പോർട്ടൻസ് ഈ അവിഹിതത്തിന് എന്തിനാ? ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന അവിഹിതം എന്നാ ഒരു പ്രേക്ഷകർ അഭിപ്രായം അറിയാനല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ എന്റെ അഭിപ്രായം ഒന്ന് പറയട്ടെ. ഞാനിപ്പോ ഒരു ഭാര്യയാ. MLA എന്നൊരു വ്യക്തിയോട് ഞാൻ സംസാരിക്കാൻ, എനിക്ക് എന്റെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി, പറയാൻ വേണ്ടി ഞാൻ വിളിക്കുമ്പോൾ അയാൾ പറയാം ഒരു റൂം എടുക്ക്, അവിടെ സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ പോയി ഒരു റൂം എടുത്തിട്ട് അയാളെ വിളിച്ച് വീട് മുറിക്കകത്ത് കയറ്റുകയാണ് പതിവ്. അതാണ് ചെയ്യേണ്ടത്. അല്ലേ എനിക്ക് വേണ്ടപ്പെട്ട, അല്ലെ എനിക്ക് എന്റെ ഘട്ടങ്ങളിലേക്ക് MLA പോകാമോ? നമ്മൾ ആ ഘട്ടത്തിൽ എന്തിനാ നമ്മൾ കൊണ്ടെത്തിക്കുന്ന ഒരു MLA? അയാളൊരു പുരുഷനാ. നമ്മൾ ആ ഘട്ടത്തിൽ കൊണ്ട് എത്തിക്കേണ്ട അവസ്ഥയില്ല. MLA ആന്ന് പറഞ്ഞാലും മനുഷ്യന്റെ സാഹചര്യം ആരായാലും മുതലെടുക്കും. MLA അയാൾ ചെയ്തത് തെറ്റാ, അയാൾ ചെയ്തത് ന്യായീകരിക്കുകയൊന്നുമല്ല. പക്ഷെ സ്ത്രീ എന്ന നിലയിൽ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്. ഈ പോലീസുകാർ ഇയാളെ പിടിക്കാൻ തുടങ്ങിയ സുകുമാരക്കുറുപ്പിനെ ആയിരുന്നെങ്കിൽ എന്നെ പിടിച്ചു പോയാനല്ലോ. എന്തൊരു ശുഷ്കാന്ത ഈ പിടിക്കാന്. അയാളുടെ ഭാവിയെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ ഇതാണ് ഏറ്റവും വലിയ സംഭവം. ഇന്ന് നോക്കിയോ, ഈ ചാനലുകൾ മൊത്തം ഇത് വെച്ച് കളിച്ചിട്ട് അയ്യപ്പന്റെ സ്വർണത്തിന്റെ മൊത്തം മൂടും ഇപ്പം. ഇത് വെച്ച് കളിക്കല്ലേ? ഇതൊരു പ്രധാന വാർത്തയല്ലേ? രാത്രി പോലീസ് കാടലക്ക് വളരെ അതീവ രഹസ്യമായ ഒരു MLA പിടിച്ച് അകത്തിടുമ്പോൾ ഈ സ്ത്രീകൾ മൊത്തം ഒരാളും കണ്ടേ ഉള്ളൂ വിവാഹം കഴിക്കാത്ത, ബാക്കി മൊത്തം ഭാര്യമാരാ, മൊത്തം സ്ത്രീകളാ. ഇവരുടെ വിഷയം ഇത് പീഡനമാണോ? പീഡനമാണെങ്കിൽ ഓക്കെ, ഇതൊരു ന്യൂസ് ആക്കിക്കോ. ഇത് പീഡനമാണോ? സുപ്രീം കോടതി വരെ ഉഭയകക്ഷി പ്രകാരം കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. ഇപ്പം വന്ന ഈ ഒരു കേസ്, ഇന്ന് ഈ പിടിച്ച കേസ് വർഷങ്ങൾക്ക് മുമ്പ് അയാള് കോൺഗ്രസിന്റെ വെറും പാർട്ടി നേതാവായ സമയത്ത് നടന്നൊരു വിഷയമാണ്. അതിപ്പം കൊണ്ട് ഇത്രയും നാൾ ആ സ്ത്രീ കോമൺ സ്റ്റേജിലായിരുന്നു. അത് ഓർമ്മയില്ലേ? ഇത്രയും കാനഡ വരെ പോയ ഒരു വ്യക്തിക്ക് ഒരു തന്റേടമില്ലേ ഇതിന് ഉടനെ റിയാക്ട് ചെയ്യാൻ? ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് ബസ്സിൽ പോയിട്ടുണ്ടോ? ഇപ്പൊ ആരെങ്കിലും ഒന്ന് സ്പർശിച്ചെന്നും പറഞ്ഞ ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങളുടെ പേരും പറഞ്ഞ് കേസ് കൊടുക്കും. സത്യം പറഞ്ഞാൽ പുരുഷന്മാര്, ഞാൻ ഒരു സ്ത്രീയാ എങ്കിലും പറയാ, പുരുഷന്മാര് പേടിക്കേണ്ട സമയങ്ങളാ. ഇന്ന് രാഹുലാണെങ്കിൽ നാളെ വേറെ ആരെങ്കിലും ആയിരിക്കും. എനിക്കൊരു ഭർത്താവുണ്ട്, ആരും കുഞ്ഞുമുണ്ട്. നാളെ അവർക്കൊക്കെ ഉണ്ടാകാം ഇതുപോലെയുള്ള പീഡനം. നോക്കിയെന്നും പറഞ്ഞ് കേസ്. അപ്പൊ ഞാൻ ശ്രീ അനീഷയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പൊ ഈ കാര്യമൊക്കെ കേൾക്കുമ്പോ ഭർത്താവ് എന്താ പറയുന്നത്? ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഭർത്താവ് എന്താ പറയാന്? ഭർത്താവ് ഇവളുമാര് പെടത്തിയതെന്ന് തന്നെ പറയത്തുള്ളൂ. ഭർത്താവ് എന്താണ് ജോലി, എന്താ ചെയ്യുന്നത്? എന്റെ ഭർത്താവ് ഡ്രൈവറാ. അപ്പൊ അവരൊക്കെ ആരും ഇതിനെ പിന്താങ്ങുന്നില്ല. എന്താ ഏതാ ഈ സ്ത്രീകള് ഈ പീഡനം എന്ന് പറഞ്ഞു? ഇത് പീഡനമാണ്. അതുപോലെ തന്നെ അതിജീവിതം. നിങ്ങൾ എല്ലാത്തിലും അതിജീവിതം എന്ന് പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ അതുപോലെ മഹത്വമായിട്ടുള്ള വാക്കാ. ഇവിടെ ഇവര് പരാതിക്കാരിയാ. ഇത് കോടതി തെളിയിച്ച് രാഹുൽ കുറ്റക്കാരനാന്ന് വിധിക്കുന്നിടം വരെ ഇവര് പരാതിക്കാരിയാ. ഇതിവിടെ അതിജീവിതം എവിടെയാ ഉണ്ടാകുന്നത്? ഇവര് പറഞ്ഞോണ്ട് അതിജീവിതം. നാളെ എന്നെ ഒരാൾ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് ഞാൻ കള്ളക്കേസ് കൊടുത്താൽ ഞാൻ അതിജീവിതയാവൂ? ഈ ഒരു വ്യക്തിയുടെ എത്രയോ കള്ളക്കേസ്, എത്രയോ പുരുഷന്മാരുടെ പേര് സ്ത്രീകൾ കൊടുത്തിരിക്കുന്നു. അവരുടെ മാനത്തിനും പുരുഷന്മാരുടെ മാനത്തിനൊന്നും വിലയില്ലേ? ആണ് എന്റെ ഭർത്താവ് പുറത്തോട്ട് ഇറങ്ങുക. വ്യക്തമാണ്. ഏതായാലും അനീഷയ്ക്ക് ആവശ്യമായ സമയം കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.